السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളിന്ന് അടുത്തൊരു ടാസ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എക്കോസ് ഓഫ് ദുആ എന്ന് പറയുന്ന സെഷനാണ്. അതായത് നമ്മൾ ഇന്നൊരു പുതിയൊരു ദുആ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്കോസ് ഓഫ് ദുആയിൽ നമ്മൾ അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദീനി എന്ന് പറയുന്ന ഒരു ദുആ ആയിരുന്നു പഠിച്ചത്. അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ദുആ മുറുകെ പിടിച്ചിട്ട് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ദുആ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് തന്നെ ആയിരിക്കും. യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇതിൻ്റെ ഇത് അർത്ഥം വന്നിട്ട് ഓ ടേണർ അല്ലെങ്കിൽ കൺട്രോളർ ഓഫ് ദി ഹാർട്ട്സ് കീപ് മൈ ഹാർട്ട്സ് ഫേം അപ്പോൺ യുവർ റിലീജിയൻ. അതായത് എന്താണ്, ഹൃദയങ്ങളെ തിരിക്കുന്നവനെ, എന്താ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ മതത്തിൻ്റെ, അതായത് നിൻ്റെ മതത്തിൻ്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണമേ. അപ്പോൾ ഈ ദുആ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു ദുആണ്. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എവിടെ പോയാലും വഴി തെറ്റാൻ സാധ്യതയുള്ളൊരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇപ്പം എന്താ പറയുക, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കോളേജിലേക്ക് പോവുകയാണെങ്കിലും വർക്കിന് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു ദീനിൻ്റെ സദസ്സിലേക്ക് പോവുകയാണെങ്കിൽ ആ പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. എന്തിന് അപ്പുറം പറയാം, നമ്മൾ വീട്ടിലിരുന്നിട്ട് വേറെ ഒരു ഫിത്തനുമില്ല, നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നുള്ളത്. ആ സമയത്ത് നമ്മൾ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ നമ്മൾ നല്ല എന്തെങ്കിലും ക്ലാസ് കേൾക്കാം അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ യൂട്യൂബ് എടുക്കാൻ പോകണമെങ്കിലും അതിന് താഴെ സജഷൻ വരുന്നത് നമ്മൾ ദീനിൻ്റെ ബേസിലായിരിക്കും കേൾക്കുന്നത്. പക്ഷേ സജഷൻ വരുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ടോപ്പിക് ആയിരിക്കും. എന്തെങ്കിലും ഫിത്തന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഹറാമായിട്ടുള്ള എന്തെങ്കിലും കണ്ടൻ്റ് ആയിരിക്കും താഴെ സജഷനിൽ വരുന്നത്. അപ്പം അത്രത്തോളം ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നുള്ളത്. നമ്മൾ തന്നെ അതിലേക്ക് ഇറങ്ങി പോകണമെന്നില്ല, ഡിസ്ട്രാക്ഷൻസിലേക്ക്. നമ്മൾ തന്നെ ഒരു ഹറാമിലേക്ക് ഇറങ്ങി പോകണമെന്നില്ല. നമ്മൾ നേരേതായ രീതിയിൽ പോകുന്ന സമയത്തും ഈവൻ നമ്മളിങ്ങനെ ഡിസ്ട്രാക്ഷൻസ് വിളിക്കും. ഇവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, ദുനിയ ഡിസൈസ്, അങ്ങനെ പലതരങ്ങൾ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ടാവും. അത്രത്തോളം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിന് കറസ്പോണ്ടായിട്ട് നമ്മളെ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കൽബ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മറിയുന്നതാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കര നല്ല രീതിയിലായിരിക്കും പോയിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ ഫോൺ എടുത്തിട്ട് ക്ലാസ് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കണ്ടിട്ട് അത് നോക്കിയിട്ട് പിന്നെ അവിടെ ബാക്കിയായിട്ടായിരിക്കും നമ്മുടെ സമയം പോകുന്നത്. അപ്പോൾ അത്രത്തോളം പെട്ടെന്നാണ് നമ്മൾ ചേഞ്ച് ആയി പോകുന്നത്. അതായത് നേരെ ഉണ്ടായ ആ ഒരു പർപ്പസ് നിന്ന് പെട്ടെന്നാണ് നമ്മൾ ഡൈവേർട്ട് ആകുന്നത്. നമ്മൾ പോലും അറിയുന്നില്ല, ഞാനിത് വേണ്ടാത്ത കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ നല്ലൊരു ക്ലാസ് നോക്കാനാണ് വന്നിട്ടുള്ളത്, അതൊന്നും നമുക്കറിയുന്നില്ല. അത്രത്തോളം നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹറാം തിങ്സ് നമ്മൾ ചുറ്റും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റണം അല്ലേ. അത് നമ്മളെ സൈഡിൽ നിന്ന് ഒരുപാട് എഫേർട്ട് വേണം അതിന്. കാരണം നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കണം, നമ്മളെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പ്രൊട്ടക്ഷൻ ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ബബിളിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ ആയിക്കണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദുആ എന്ന് പറയുന്നത്. എപ്പോഴും എന്തുണ്ടെങ്കിലും ഇതെൻ്റെ ദീനിന് പറ്റിയതാണോ, ഇത് ഹറാമായിട്ടുള്ളതാണോ, ഇത് ഹലാലായിട്ടുള്ളതാണോ, എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ ആ ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ പോപ്പപ്പ് ചെയ്യണം. നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്, എന്താ പറയുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിട്ട് വരുന്നൊരു റിഗ്രറ്റ് ഉണ്ട്. അതൊരു പ്രാവശ്യം അങ്ങനെ സംഭവിക്കും, എന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ സെയിം സിൻ റിപ്പീറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് റിഗ്രറ്റ്, സെയിം സിൻ റിപ്പീറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് റിഗ്രറ്റ്. ഇവിടെ ഒരു തെറ്റ് ചെയ്താൽ റിഗ്രറ്റ് വേണം, അത് തന്നെയാണ് നമ്മളെ തൗബയിലേക്ക് നയിക്കുന്നത്. പക്ഷേ ഒരേ തെറ്റ് നമ്മൾ ചെയ്ത് റിഗ്രറ്റ് അടിച്ച് അവിടെ നമ്മൾ കുറച്ച് സംഭവങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഷെയ്ത്താൻ എന്താക്കുന്നത് വെച്ചാൽ പിന്നും റിപ്പീറ്റഡ്ലി നമ്മളെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തന്നെ നമ്മളെ കുറേ റിഗ്രറ്റ് അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു ലൂപ്പായിട്ട് മാറും. നമ്മളൊരു സിന്ന് ചെയ്യും, എന്നിട്ട് നമുക്ക് റിഗ്രഷൻ ഉണ്ടാവും, എന്നിട്ട് പിറ്റേ ദിവസം അത് പിന്നെയും ചെയ്യും, സെയിം റിഗ്രഷൻ ഉണ്ടാവും, നമ്മൾ ഒരുപാട് കാര്യം ഒരുപാട് ദുആ ചെയ്യും, പിറ്റേ ദിവസം പിന്നെയും ആ സെയിം സിൻ ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ അറ്റ്ലീസ്റ്റ് എനിക്ക് റിഗ്രറ്റ് ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും, ആ റിഗ്രറ്റ് കാരണം ഞാൻ അള്ളാഹിലേക്ക് അടുക്കുന്നുണ്ടല്ലോ എന്ന്. ബട്ട് സ്റ്റിൽ നമ്മളിത് റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആ ലൂപ്പിൽ ബാക്കിയായിട്ടാണുള്ളത്. ആക്ച്വലി ഷെയ്ത്താൻ നമ്മളെ ഡബിളായിട്ട് നമ്മുടെ ആ ഒരു ഇത് എടുക്കാൻ ചെയ്യുന്നത്. കാരണം അവനെ തന്നെ നമ്മൾ സിന്നിലേക്ക് ഇടുന്നത്, അവനെ തന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യിക്കുന്നത്. പക്ഷേ നമ്മൾ ആ ലൂപ്പിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എപ്പോഴാണ് മാറിപ്പോകുന്നത്, ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷൻ ബബിളിൻ്റെ ഉള്ളായി. അപ്പോൾ അത്രത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവൻ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരുപാട് നമ്മളിങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ
ഫോണിങ്ങനെ നോക്കാണ് പോകുന്നത്, എപ്പോഴാണ് ഒരു ഹറാമായിട്ടുള്ള ലൈക്ക് മ്യൂസിക് വരാമെന്നുള്ളതോ ഒന്നും നമുക്കറിയില്ല, പെട്ടെന്നാണെന്നെല്ലാം പോപ്പപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ഉള്ളിലായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ദുആ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫിൽ ഭയങ്കര നെസസറി ആയിട്ടുള്ള ഒരു ദുആണ്. അതുകൊണ്ട് ഈ ഒരു ദുആ എന്താക്കുക, എപ്പോഴും ഉറക്കെ പഠിക്കുക. നിസ്കാരത്തിൻ്റെ ശേഷമായാലും എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഒരു ഫീലിംഗ് വരുമല്ലോ, ഞാൻ ദീനിൽ നിന്ന് എന്തൊക്കെയോ ഡൈവേർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് കുറച്ചൊരു ഈമാൻ ഉണ്ടാകുന്ന സമയം, നമുക്കൊരു ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ ഹാർട്ടിലൊരു കുത്തും, ഞാൻ എവിടേക്കോ എന്തൊക്കെയോ ഡൈവേർട്ടായിട്ട് പോകുന്നുണ്ട്, ഞാൻ റബ്ബിൻ്റെ പ്രീതിയിലല്ല ഞാൻ ജീവിക്കുന്നതിൽ എന്നുള്ളൊരു കുത്തൽ നമുക്ക് വരുമല്ലോ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദീനിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നുണ്ട്, ഇപ്പോൾ ദീനിൽ നിന്ന് മാറിപ്പോകണം തന്നെ ഇല്ല, എപ്പോഴും ഈ ഒരു ദുആ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ പ്രൊട്ടക്ഷൻ്റെ ബബിൾ ആവാന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇൻഷാ അല്ലാഹ് ലൈഫിൽ അപ്ലൈ ചെയ്യുക, റിഫ്ലക്ഷൻസ് ഗ്രൂപ്പിൽ അറിയിക്കുക, ഇതിൻ്റെ മീനിങ്സ് വൈസ് പഠിക്കാം. അതായത് യാ എന്ന് പറയുമ്പോഴത്തേക്ക് ഓ എന്നുള്ള രീതിയിലാണ്, മുഖല്ലിബ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺട്രോളർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചേഞ്ചർ, എന്തിനെങ്കിലും ചേഞ്ച് ആക്കുന്ന ഒരിത്, ചേഞ്ചർ. ഓക്കെ. കുലൂബ് എന്ന് പറഞ്ഞാൽ ദി ഹാർട്ട്സ് എന്നാണ്. സബ്ബിത്ത് എന്ന് പറഞ്ഞാൽ മേക്ക് ഫേം, അതായത് ഉറച്ചു നിർത്താം ഒരു സംഭവത്തിൽ. കൽബി എൻ്റെ ഹാർട്ട്. അല എന്ന് പറയുമ്പോൾ അപ്പോൺ, എന്തിൻ്റെങ്കിലും മേൽ, എന്തിൻ്റെ മേലാണ് നമ്മൾ പറയുന്നത്, ദീനിക് എന്ന് പറയുമ്പോൾ യുവർ റിലീജിയൻ, നമ്മളെ റബ്ബിൻ്റെ, നമ്മളെ മതത്തിൻ്റെ നമുക്ക് ഫേം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ചോദിക്കുന്നത്. അപ്പോൾ ദുആ അർത്ഥത്തോട് കൂട്ട് മനസ്സറിഞ്ഞുകൊണ്ട് എപ്പോഴും പറയാൻ നോക്കാം, ദുആ ചെയ്യാൻ നോക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.